തേൻ തുളുമ്പുമോർമ്മയായി. നമസ്കാരം, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഓഡിയോക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ AV999 BDM എന്ന് പറയുന്ന ആംപ്ലിഫയറിൻ്റെ കൂട്ടിരിക്കുന്ന ഒരു ആംപ്ലിഫയറാണ്. കാനഡയിൽ എത്തിയിട്ട് നമുക്ക് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ്. ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. സൺബക്ക് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ഒരു മിക്സർ ആംപ്ലിഫയർ. കാരണം കണ്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അപ്പം നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച് മാത്രമല്ല, നമുക്ക് വ്യൂസ് ഉണ്ട്. ഇതിൻ്റെ പ്രീ സെക്ഷനൊക്കെ എടുത്തിട്ട് നമുക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. പിന്നെ നാട്ടിൽ വെച്ചിട്ട് എനിക്കിത് വാങ്ങാനോ ഉപയോഗിക്കാനോ പറ്റിയില്ല. അതുകൊണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഓഡിയക്സിൻ്റെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം എന്നുള്ളത്. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ അവർ ഇറക്കുന്നുണ്ട്. നമുക്ക് റിവ്യൂ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നു. ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കുറച്ചുകൂടി ഒരു നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് വെർഷൻ എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി വലുപ്പമൊക്കെ ഉള്ള ഈ ഒരു USB മൊഡ്യൂളിലൊക്കെ ഒരു VU മീറ്റർ പോലെ ഒരു ഡാൻസിങ് LED പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വെർഷൻ നമ്മൾ സർവീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അങ്ങോട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം ഒരുപാട് ഇത് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 മൈക്ക്, അതിൻ്റെ എക്കോ, ഡിലേ, മിക്സിങ്, അതുപോലെ തന്നെ ഈക്വലൈസർ, ബ്ലൂടൂത്ത് എല്ലാ സംഭവങ്ങളുള്ള ടോറൽ ട്രാൻസ്ഫോമർ എല്ലാമായിട്ട് വരുന്ന ഒരു മിനി കരോക്കെ സിസ്റ്റമാണ്. ഇത് നമുക്ക് വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. പബ്ലിക് അഡ്രസ്സിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം അത്ര വലിയ പവർഫുള്ളായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാനത് 2-3 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ നാട്ടിലെ ഓഡിയോക്സിൻ്റെ AV999 BDM എന്ന് പറയുന്ന മോഡലിൻ്റെ അതേപോലെ തന്നെ ഇരിക്കുന്നു. പക്ക എനിക്ക് തോന്നുന്നു ഇവരെല്ലാം സെയിം മാനുഫാക്ചറിങ് യൂണിറ്റ്, ചൈനയിൽ നിന്ന് സെയിം മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നായിരിക്കാം എടുക്കുന്നത്, അറിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓഡിയോക്സിൻ്റെ ആ ഒരു മോഡലിന് എക്സ്ട്രാ ഒരു ഫീച്ചറും കൂടെ ഉണ്ട്, വയർലെസ് മൈക്ക്. അപ്പം ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ആൻറ്റിന കാണാൻ കഴിയുന്നുണ്ട്. ഇത് FM-ൻ്റെ ആണ്. അപ്പോൾ ഓഡിയോക്സിൻ്റെ ആ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ആൻറ്റിനയുടെ എക്സ്ട്രാ വരുന്നുണ്ട്. അത് നമ്മുടെ കോഡ്ലെസ് മൈക്കിനുണ്ട്. പിന്നെ അവർ കോഡ്ലെസ് മൈക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും ഫീച്ചേഴ്സ് ഒരു 6500-6300 രൂപയ്ക്ക് റെഡിമെയ്ഡ് ആംപ്ലിഫയറിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുന്നതാണെങ്കിൽ പോലും ഇത്രയും സ്പെസിഫിക്കേഷൻ വെച്ച് ചെയ്യുമ്പോൾ ഇതിൽ കൂടുതൽ പ്രൈസ് എന്തായാലും ആവും. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നമുക്ക് വീട്ടിലൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ കരോക്കെ ട്രാക്കൊക്കെ പാടാം. ഇപ്പോൾ ഒരു കുറച്ച് പേര് കൂടുന്ന ഒരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ടുവെക്കാൻ പറ്റും. ഭയങ്കരമായ പവർ എന്നല്ല, ഒരു 80-60 വാട്ട്സൊക്കെയാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. നാട്ടിലത്തെ അവസ്ഥ എനിക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ഒരു സെയിം പ്രോഡക്റ്റ് യൂസ് ചെയ്യുക, അതായത് AV999 BDM എന്ന് പറയുന്ന ആ ഒരു സ്റ്റീരിയോ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണോ എന്നുള്ളത്. നമ്മൾ ഇൻറ്റീരിയറൊക്കെ കാണിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡിവൈസിൽ ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഒരിക്കലും ഇത് ആ ഒരു ബ്രാൻഡിനെ കളിയാക്കാൻ വേണ്ടിയൊന്നുമല്ല. ഈ പറയുന്ന സൺബക്ക് എന്ന ബ്രാൻഡും അതുപോലെ ഓഡിയോക്സ് എന്ന് പറയുന്ന ബ്രാൻഡും ഒക്കെ ചിലപ്പോൾ ഒറ്റ പേരൻറ്റ് കമ്പനിയിൽ നിന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഓഡിയോക്സിൻ്റെ ഒരു വെബ്സൈറ്റ് ഞാൻ കണ്ടു. അത് ഒഫീഷ്യൽ ആണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതാണ് വെബ്സൈറ്റ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കയറി നോക്കുക. അപ്പോൾ ഇതിൽ ചോസൻ ഇൻ്റർനാഷണൽ ട്രേഡിംഗ്, വടകര, കോഴിക്കോട് ആണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ഈ ഒരു എൻ്റർപ്രൈസ് ഒരു കമ്പനി ഈ ഒരു ബ്രാൻഡിങ് പേരിൽ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം. ചൈനയാണോ എനിക്കറിയില്ല, മലേഷ്യ ആണോ എന്നറിയത്തില്ല. അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഓഡിയോക്സിൻ്റെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് മാർക്കറ്റിലുണ്ട്. പവർ ആംപ്ലിഫയർ ബോർഡ്, അതുപോലെ പല ബോർഡുകളും പല സാധനങ്ങളും മാർക്കറ്റിലുണ്ട്, നല്ല ക്വാളിറ്റി തന്നെ. മേ ബി അവർ ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നാട്ടിൽ വെച്ചിട്ട് എനിക്ക് ഇവരൊന്ന് കോൺടാക്ട് ചെയ്ത് റിവ്യൂ ചെയ്യാനായിട്ടൊരു പ്രൊഡക്റ്റ് കിട്ടിയത് കൊള്ളാം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് അറിയില്ലായിരുന്നു എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിനെ ഒരുപാട് സ്പെസിഫിക്കേഷൻ പറയേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് നാട്ടിലുള്ളവർക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന തന്നെയാണ്. ഇതിൽ നമുക്ക് 4 മൈക്ക് ഇൻപുട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ 4 മൈക്ക് ഇൻപുട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വലിയ വെർഷനിൽ മൈക്ക് 1, മൈക്ക് 2, മൈക്ക് 3, മൈക്ക് 4 ഒക്കെ പ്രത്യേകം കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു വോളിയം. പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു മൈക്ക് 1, മൈക്ക് 2 കൺട്രോൾ ഈ ഒരു ഭാഗത്ത് വരും. ആ മൈക്ക് 1, മൈക്ക് 2 തന്നെ നമുക്ക് ബേസ്, മിഡ്, ട്രിപ്പിൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. തൊട്ട് താഴെയായിട്ട് മൈക്ക് 3, മൈക്ക് 4 വരുന്നുണ്ട്. അതിൻ്റെ വോളിയം, പിന്നെ എക്കോ ഡിലേ. ഈ എക്കോ ഡിലേ 4 മൈക്കിൻ്റെ കോമൺ ആണ് വരുന്നത്. അപ്പോൾ താഴത്തുള്ള മൈക്കിൻ്റെ വോളിയം മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബേസ്, മിഡ്, ട്രിപ്പിൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മുകളിലുള്ള 2 മൈക്കിൽ മാത്രമാണ് ബേസും ട്രിപ്പിളും മിഡും അതുപോലെ തന്നെ എക്കോ ഡിലേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പവർ സ്വിച്ച്. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഡിക്റ്റോ നമ്മുടെ ഓഡിയോക്സിന് അതേ മോഡൽ തന്നെയാണ്. വ്യത്യാസം എന്താണെന്നുള്ളത് ആദ്യം തന്നെ പറയാം. ഈ ഒരു ഭാഗത്ത് ഓഡിയോക്സിൻ്റെ മോഡലിൽ ഒരു ബ്ലൂടൂത്തിൻ്റെ ലോഗോ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം സാധനം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, യൂട്യൂബിലെ പല വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ ബ്ലൂടൂത്തിൻ്റെ ലോഗോ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെയാണ് അവരുടെ ലോഗോ വരുന്നത്. പിന്നെ മോഡൽ നെയിം വ്യത്യാസമുണ്ട്. ഇതിൽ നമുക്ക് മോഡൽ നെയിം AV-MP3 26 BT എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് സംഭവം? അത് കോഡാണ്. MP3 പിന്നെ BT ബ്ലൂടൂത്ത് എന്നുള്ള ഇതാണ് കാണിച്ചിട്ടുള്ളത്. ഇവരിവിടെ പ്രൊഫഷണൽ ഡിജിറ്റൽ എക്കോ മിക്സർ പവർ ആംപ്ലിഫയർ ചെയ്തിട്ടുണ്ട്. ഓഡിയോക്സിൽ ആ ഒരു ഭാഗത്ത് MP3 USB SD കാർഡ് എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്.
പക്ഷേ അവർ ഈ ഒരു ഭാഗത്തായിട്ട് USB SD MMC FM BT പ്ലെയറിന് അവർ മാറ്റി ലേബലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ബേസ് ട്രിപ്പിൾ ബോർഡിൻ്റെ കൺട്രോളിങ്ങിന് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം പക്ക ഡിക്റ്റോ ഇത് തന്നെയാണ്. ആകെ എനിക്ക് ഇതിനകത്തൊരു പോരായ്മ, മെയിനായിട്ട് പോരായ്മ തോന്നുന്നു പറഞ്ഞാൽ ഇതിനകത്തൊരു മെമ്മറി ഓപ്ഷൻ വരുന്നില്ല. സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഓൺ ചെയ്യുന്ന സമയത്ത് ലൈൻ ഇൻ മോഡിലേക്ക് പോകും, ബ്ലൂടൂത്ത് മോഡിലേക്ക് വീണ്ടും നമ്മൾ വന്ന് മോഡ് മാറ്റുമല്ലോ, റിമോട്ടിൽ മാറ്റേണ്ടി വരും. അപ്പോൾ ഓഡിയോക്സിലും അങ്ങനെ തന്നെ ആണെന്ന് തോന്നുന്നു. കാരണം അന്ന് ഞാൻ ആ ഒരു സെറ്റ് യൂസ് ചെയ്തപ്പോഴും അങ്ങനെ തന്നെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് വളരെ ചെറിയൊരു സെറ്റാണ്, മറ്റേതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ സെറ്റാണ്. നമ്മുടെ G-Tech-ൻ്റെ ഒരു ഇടത്തരം സൈസ് വരുന്ന ക്യാബിൻ്റെ ആ ഒരു സൈസ് തന്നെ ആയിരുന്നു. പക്ഷേ ഫ്രണ്ടിൽ ഫ്രെയിമിൽ നമുക്കൊരു ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്, PA ആംപ്ലിഫയർ പോലെയൊക്കെ തോന്നിക്കാനായിട്ട്. പക്ഷേ PA ആംപ്ലിഫയർ അല്ല ഇത്. ചെറിയ ഹോം യൂസിന് ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ 10 പേരൊക്കെ കൂടുന്നിടത്ത് കൊണ്ടുവച്ചിട്ട് എക്കോ ഒക്കെ ഇട്ട് ചെറിയ മീറ്റിംഗ് ഒക്കെ നടത്താൻ പറ്റും. അതിന് പറ്റിയ സാധനമാണ്. ഫ്രണ്ട് സൈഡിൽ നേരത്തെ പറഞ്ഞ തന്നെ ഇവിടെ USB മൊഡ്യൂൾ വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് USB മെമ്മറി കാർഡ് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് പോസ് പ്ലേ, അതുപോലെ തന്നെ മോഡ് മാറ്റാനുള്ള റിപ്പീറ്റിൻ്റെ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. തൊട്ടതായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു 5 ബാൻഡ് ഇക്വലൈസർ, 10 ബാൻഡായിട്ട് തോന്നും, പക്ഷേ ഇത് 2 ചാനലിന് വേണ്ടിയിട്ട് 5 ബാൻഡ് ഇക്വലൈസർ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. സൺബക്കിൻ്റെ ബ്രാൻഡിങ് കാണാൻ പറ്റും, മോഡൽ നെയിം. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട് ഇൻപുട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. MP3 FM, അതായത് നമ്മുടെ USB മൊഡ്യൂളിലേക്ക് മാറ്റാനോ, അല്ലെങ്കിൽ AB, അതായത് നമുക്കിവിടെ ബാക്കിലൊരു ഇൻപുട്ട് വരുന്നുണ്ട്, ഓഡിയോ ഇൻപുട്ട് AB എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ AO Bയിലേക്കോ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ആ ഒരു മോഡിലേക്ക് ഈ 2 ഇൻപുട്ടുകൾ ഓപ്പൺ ആവും. അതിലേക്ക് ഓഡിയോ സോഴ്സ് കൊടുക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലൈൻ ഔട്ട് ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മറ്റേ ആംപ്ലിഫയർ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം, ഇത് ട്യൂൺഡ് ഔട്ട്പുട്ട് ആണോ അതോ ഡയറക്റ്റ് USB മൊഡ്യൂളിൽ നിന്നുള്ള ഔട്ട്പുട്ട് ആണോ നോക്കണം. ട്യൂൺഡ് ഔട്ട്പുട്ട് ആണെങ്കിൽ അടിപൊളി, കാരണം നമുക്ക് നേരെ ഒരു പവർ ആംപ്ലിഫയർ ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ബേസ് സെൻറ്ററുകൾ കൺട്രോൾ ചെയ്ത് ആ ആംപ്ലിഫയർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ. അപ്പോൾ നാട്ടിലെ ഓഡിയോക്സിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഇതിൽ എങ്ങനെയാണെന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഹാൻഡിൽ ഇത് വന്നിട്ട് മെറ്റൽ, ഫ്രണ്ട് വരുന്നത് മെറ്റൽ തന്നെയാണ്. അപ്പോൾ ഇത്രയാണ്, വലിയ ഭാരമൊന്നുമില്ല, ഒരു കിലോ 1.5 കിലോ ആണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിനകത്ത് ടൊറൽ ട്രാൻസ്ഫോമർ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് ചെക്ക് ചെയ്യാൻ, നമുക്ക് ഇളക്കി നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. പിന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് കേബിൾ വരുന്നത് കാനഡയിൽ കുത്താൻ വരുന്ന ടൈപ്പ് പിന്നാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡ് നോക്കില്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഗ്രാഫ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, ഹെഡ്സിലാണ് കൊടുത്തിരിക്കുന്നത്, പിന്നെ DBയിൽ. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ടിൻ്റെ ഒരു ഗ്രാഫാണ്. സൗണ്ട് വേഴ്സസ് ഫ്രീക്വൻസിയാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. തൊട്ട് താഴെയായിട്ട് നേരത്തെ പറഞ്ഞ പോലെ 2 AB എന്ന് പറയുന്ന ഓഡിയോ ഇൻപുട്ട് കൊടുത്തായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ നമുക്ക് ഓഡിയോ ഔട്ട്പുട്ടാണ് വരുന്നത്, ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ട്. സ്റ്റീരിയോ ഇൻപുട്ടാണ്, സ്റ്റീരിയോ ഔട്ട്പുട്ടാണ് വരുന്നത്. പിന്നെ സ്പീക്കർ കണക്ട് ചെയ്യാനായിട്ട് ബനാന സൗകര്യം. ഇതൊക്കെ പക്ക നമ്മുടെ ഓഡിയോക്സിൻ്റെ മോഡൽ ഉള്ള പോലെ തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. പ്ലസ് മൈനസും മാർക്ക് ചെയ്യാനായിട്ട് റെഡും ബ്ലാക്കും കൊടുത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 110 വോൾട്ടാണ് ഇതിൻ്റെ പ്രൈമറി, കാരണം ഇവിടെ കാനഡയിൽ 110 വോൾട്ടാണ് വരുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഓഡിയോക്സിൻ്റെ പോലത്തെ സൺബക്കിൻ്റെ കരോക്കെ സ്റ്റീരിയോ മിക്സർ ആംപ്ലിഫയർ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് നോക്കാം, എന്നിട്ട് ഓഡിയോ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓഡിയോ ക്വാളിറ്റി കേട്ടിട്ട് നിങ്ങളുടെ കയ്യിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണോ നമ്മുടെ ഓഡിയോക്സിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഉപയോഗിച്ചിട്ടുള്ളവരും കമൻറ്റ് ചെയ്യുക. ഈ ഒരു സംഭവം വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം. ഇവിടെയുള്ള പല ബ്രാൻഡുകളുടെ പ്രോഡക്റ്റുകൾ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. ഈ റിവ്യൂ യൂണിറ്റ് ആയിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് റിവ്യൂ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഡോക്കോഡിയുടെ ഒരു ആംപ്ലിഫയർ വരുന്നുണ്ട് റിവ്യൂവിനായിട്ട്. പിന്നെ ഈ ഇരിക്കുന്ന സാംസങ്ങിൻ്റെ ആംപ്ലിഫയർ ഒറിജിനൽ, അതിൻ്റെ റിവ്യൂ വരുന്നുണ്ട്. STK ആംപ്ലിഫയർ 1988 ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്, അതിന് റിവ്യൂ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ഡാക്ക് വന്നിട്ടുണ്ട്. ഡാക്കിൻ്റെ റിവ്യൂ ആണ് ഞാൻ ആക്ച്വലി ആദ്യം ഇടായിരുന്നു, പക്ഷേ ഡാക്ക് കണക്ട് ചെയ്യുന്ന ഈ ആംപ്ലിഫയറാണ്. അപ്പോൾ ഇത് കാണിക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ റിവ്യൂ ആണല്ലോ ആദ്യം ഇടേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യം ഇടാമെന്ന് വിചാരിച്ചത്. നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ നോക്കാം. അപ്പം ഞാൻ സ്ക്രൂവിൽ അഴിച്ചിട്ടുണ്ട്. മുകളിൽ 2 സൈഡിലും ബാക്കിലോട്ടൊക്കെയാണ് സ്ക്രൂ വരുന്നത്. അഴിച്ചപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കവറിങ്ങിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. വലിയ പ്രശ്നമില്ല, ചെറിയൊരു ബെൻഡുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കാം. അപ്പം നാട്ടിൽ ഈ ഓഡിയോക്സിൻ്റെ ഈ ഒരു മോഡൽ AV999 BDM എന്ന് പറയുന്ന ഈ ഒരു മോഡലിൽ ഇതേപോലെ തന്നെയാണോ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ, അതല്ലെങ്കിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളത് ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്കപ്പോൾ അറിയാൻ പറ്റുമല്ലോ എങ്ങനെയാണ് ഇത് വ്യത്യാസം, സെയിം തന്നെയാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പം തന്നെ നമുക്ക് കവർ അഴിക്കാം.
ഇൻറ്റീരിയർ അപ്പോൾ ഞാൻ ഈ ഒരു മോഡൽ നാട്ടിൽ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ കുറച്ചുകൂടി ഒരു ഹയർ എൻഡ് ഉണ്ട്, കുറച്ചുകൂടി വലിപ്പമുള്ള, കുറച്ചുകൂടി വാട്ട്സ് ഉള്ളതാണെന്ന് തോന്നുന്നു. ആ ഒരു മോഡൽ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഇതേപോലെ തന്നെയാണ് എൻ്റെ ബോർഡും കാര്യങ്ങളെല്ലാം വന്ന് PCB, അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ്, ട്രാൻസ്ഫോമറിൻ്റെ പ്ലേസ്മെൻറ്റ്. ട്രാൻസ്ഫോമർ ഒരു റബ്ബർ പോലത്തെ എന്തോ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് ഒന്ന് എലവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, കുറച്ച് ഹൈറ്റിലേക്ക് പൊക്കി വെച്ചിരിക്കുകയായിരുന്നു. വയറിങ്ങും കാര്യങ്ങളെല്ലാം പക്ക ഇതുപോലെ തന്നെയായിരുന്നു. PCB ഡിസൈന്, അതിൻ്റെ ട്രാൻസ്ഫോമർ ഒരു സ്ലാൻഡിങ് പൊസിഷനിൽ വെച്ച് ഹീറ്റ് സിങ്ക് വെച്ച് സെറ്റ് ചെയ്തേക്കുന്ന എല്ലാം പക്ക ഓഡിക്സിലും ഇതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ സെയിം മോഡൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ ഇങ്ങനെ ആണോ എന്നുള്ളത് ഒന്ന് പറയുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ട്രാൻസ്ഫോമർ വരുന്നത് ഇതിൽ വരുന്നത് 22.022 ആണ് ടാപ്പിംഗ് വരുന്നത്. എത്ര ആംബിയർ ആണെന്ന് അറിയില്ല, തോന്നുന്നു ഒരു 3-5 ആംബിയർ ആകാനാണ് ചാൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ടൊറൽ ട്രാൻസ്ഫോമർ തന്നെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നാട്ടിൽ ഓഡിയോക്സിലും ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ നോക്കിയപ്പോഴും ടൊറൽ ട്രാൻസ്ഫോമർ തന്നെയാണ് വരുന്നത്. അപ്പോൾ 22.022 ആണോ എന്ന് എനിക്കറിയില്ല. ഇവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈമറി എന്ന് പറയുന്നത് 115 വോൾട്ടാണ് വന്നിട്ടുള്ളത്. ആ 115 വോൾട്ടിൽ സെക്കൻഡറിയിൽ 22 വരുന്ന രീതിയിലാണ് അവർ വൈൻഡ് ചെയ്തേക്കുന്നത്. ആ ഒറ്റ ടാപ്പിംഗ് മാത്രമാണ് വരുന്നത്. നേരെ ഈ ഒരു ആംപ്ലിഫയർ സെക്ഷനിൽ ഈ ഒരു ഒറ്റ ബോർഡാണ്, ആ ഒരു ബോർഡിലേക്കാണ് മെയിൻ സപ്ലൈ AC സപ്ലൈ ചെന്ന് കയറുന്നത്. അവിടെയാണ് റെക്ടിഫൈങ് സ്റ്റേജൊക്കെ വരുന്നത്, നമുക്കിവിടെ കാണാൻ കഴിയും. ഉപയോഗിച്ചിരിക്കുന്നത് YW എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കപ്പാസിറ്റർ. അപ്പം പ്രൈസ് സെഗ്മെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിലുള്ള കോമ്പണൻസ് ഒക്കെ മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. 35 വോൾട്ട് 3300 mF 2 കപ്പാസിറ്റർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ തന്നെ ഒരു സെക്ഷൻ വരുന്നുണ്ട് 22.022 നമ്മളൊന്ന് 12 വോൾട്ട് ആക്കുന്ന സെക്ഷനാണെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ കരോക്കെ സെക്ഷനും ടോൺ ബോർഡും ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് 12 വോൾട്ട് ആവശ്യമുണ്ട്, ബ്ലൂടൂത്ത് മൊഡ്യൂളിനും 5 വോൾട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അതിനെ ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നതിനായിട്ട് ഒരു സെക്ഷൻ അവിടെ അവർ കൊടുത്തായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇതിന് ആംപ്ലിഫയർ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ 4 ട്രാൻസിസ്റ്ററാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ട് കാണാൻ കഴിയുന്നത്. നാട്ടിൽ ആ പറഞ്ഞ മോഡലിലും AV999 BDM-ലും ഇത് ഈ സെയിം ട്രാൻസിസ്റ്റർ തന്നെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്തുള്ളൊരു ഗുണം എന്ന് പറഞ്ഞെങ്കിൽ ഏത് സാധനം എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റീപ്ലേസ്മെൻറ്റ്, അപ്പോൾ സർവീസിനൊക്കെ വരികയാണെങ്കിൽ തന്നെ റീപ്ലേസ്മെൻ്റ് ഒക്കെ സിമ്പിളാണ്. അപ്പം റെസിസ്റ്ററിൻ്റെ വാല്യൂ, കപ്പാസിറ്ററിൻ്റെ വാല്യൂ എല്ലാം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കുകയാണെങ്കിൽ ട്രാൻസിസ്റ്റർ അവിടെ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് 5198. 4 ട്രാൻസിസ്റ്ററും 5198 അപ്പോൾ 5198 1943 പെയർ അങ്ങനെയൊന്നും അല്ല കൊടുത്തിട്ടുള്ളത്. 4 ട്രാൻസിസ്റ്ററും 5198 തന്നെയാണ് വെച്ചിട്ടുള്ളത്. 2 ട്രാൻസിസ്റ്റർ, അതായത് ഒരു പെയർ ഒരു ചാനൽ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ സപ്ലൈയും ഈ ഒരു ട്രാൻസിസ്റ്ററും വെച്ചിട്ട് എനിക്ക് തോന്നുന്നു 4 ohmsൽ നമുക്കൊരു 60 to 80 watts വരെ നമുക്ക് മാക്സിമം കിട്ടുള്ളൂ ഇതിൽ. കാരണം ഇതിപ്പം പല സെല്ലർ വിൽക്കുന്നുണ്ട്. ഇപ്പം സൺബക്ക് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്, വേറൊരു ബ്രാൻഡിന് വരുന്നുണ്ട്, ബ്രാൻഡിങ് ഇല്ലാതെ ഒരു സാധനം കിടക്കുന്നത് ഞാൻ കണ്ടു. അപ്പം അങ്ങനെ പലതും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. കറക്റ്റ് എനിക്കറിയില്ല എന്താണ് സംഭവം എന്നുള്ളത്. അപ്പം നമുക്കൊരു 4 ohmsൽ നമുക്കൊരു 60 to 80 watts വരും എന്നുള്ള രീതിയിലാണ് വരുന്നത്. 8 ohmsൽ ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു 40-50 watts ഒക്കെ ആകാനാണ് ചാൻസ് കൂടുതൽ. കറക്റ്റ് അറിയില്ല, നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ളൊരു ലാബ് എക്യുപ്മെൻറ്റ് കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ഭയങ്കരമായ പവറൊന്നും ഇല്ല. നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കി നമ്മുടെ 3-way ബോക്സ് ഉണ്ടായിരുന്നു ഫിലിപ്സിൻ്റെ. അപ്പോൾ അതിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും അങ്ങനെ ഭയങ്കരമായ ബേസ് ഒന്നുമില്ല. നമ്മുടെ ഡോക്കോഡിയിൽ നിന്ന് കിട്ടുന്ന ക്ലാസ് ഡി ആംപ്ലിഫയറിൽ നിന്ന് കിട്ടുന്ന അത്രയും ബേസ് പോലും ഇതിൽ നമുക്കങ്ങനെ ഫീൽ ചെയ്തില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഡോക്കോടി ഇരിപ്പില്ല. ഒരു ഓണം പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് അവരുടെ കയ്യിലിരിക്കുകയാണ് നമ്മുടെ വലിയ ടവർ ബോക്സും. അത് ഞാൻ അങ്ങോട്ടേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഫിലിപ്സിൻ്റെ സ്പീക്കർ തന്നെ എടുത്തിരിക്കുന്നത്. അപ്പം ഇതാണ് ആംപ്ലിഫയർ സെക്ഷൻ വരുന്നത്. PCB ഒക്കെ വളരെ നീറ്റാണ്. വയറിങ് നോക്കുകയാണെങ്കിലും വളരെ നീറ്റാണ്. നമ്മുടെ നാട്ടിൽ ഒരു ഓഡിയൻസിൻ്റെ അകത്തെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വയറിംഗ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു സെക്ഷനിലാണ് നമ്മുടെ കരോക്കെ മിക്സിങ്. അപ്പം 4 മൈക്ക് ഇൻപുട്ടാണ് നേരത്തെ പറഞ്ഞല്ലോ. അപ്പം 4 മൈക്കിൻ്റെതും അതെല്ലാം 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്ത് നമുക്ക് 12 വോൾട്ട് DC ഔട്ട്പുട്ട് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഡീറ്റെയിൽ ആയിട്ട് അഴിച്ചൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് 12.0 വർക്ക് ചെയ്യുന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്ലൂടൂത്ത് മൊഡ്യൂൾ വരുന്ന ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൈക്ക് പ്രീ സെക്ഷനാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു സെലക്ടർ സ്വിച്ച് വരുന്നുണ്ട്, അത് മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബോർഡാണ്. പിന്നെ ഇവിടെ ഇക്വലൈസർ, ഒരു ടോൺ കൺട്രോൾ സെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി 2 ടോൺ കൺട്രോൾ സെക്ഷനുണ്ട്. 5 ബാൻഡ് ഇക്വലൈസർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു 2-way ടോൺ ബോർഡും വരുന്നുണ്ട്. ഹീറ്റ് സിങ്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓഡിക്സിൽ കണ്ടിട്ടുള്ള അതേപോലത്തെ ഒരു ഹീറ്റ് സിങ്ക്, അത് സ്ലാൻഡിങ് പൊസിഷനിൽ വെച്ചിട്ട് ഒരു 45 ഡിഗ്രിയാണ് തോന്നുന്നത്, ആംഗിളിൽ വെച്ചിട്ടുള്ള 45 ഇല്ല, കുറച്ച് ഒരു ചരിഞ്ഞിട്ടുള്ളൊരു പ്ലേസ്മെൻ്റാണ്. കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ സൈഡ് വരുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫിലിപ്സിൻ്റെ
3-way സ്പീക്കർ ബോക്സിലാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ടവർ ബോക്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓണം പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിക്കാണ്. അതുകൊണ്ടത് നമുക്കതിൽ ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു നാൾ ശുഭരാത്രി നേർന്നു പോയി നീ നിലാക്കായൽ വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ